മുത്തുംപഴത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. റോയിൻ സാറിൻ്റെ പാട്ടുകളിലൂടെയുള്ള യാത്രയാണ് നമ്മൾ തുടരുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ പ്രത്യേകത പല്ലവിയിലോ അനുപല്ലവിയിലോ ചരണത്തിലൊക്കെ എവിടെയെങ്കിലും അദ്ദേഹം പാടി അല്ലെങ്കിൽ പാടുക പാടുന്നു എന്നൊക്കെയുള്ള ഒരു വാക്ക് എവിടെയെങ്കിലും ഉപയോഗിച്ചുണ്ടായിരിക്കും. നമ്മൾ നിരവധി സീരീസിലൂടെ കടന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സിനിമ ഇന്ദ്രജാലം. ശ്രീ തമ്പിക്കണ്ണൻ താൻ അന്തരിച്ചു പോയ അദ്ദേഹമാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. നമ്മൾ അടുത്ത കാലത്ത് വിട്ടുപോയ ശ്രീ SP വെങ്കടേഷാണ് ഇതിൻ്റെ സംഗീത സംവിധായകൻ. ഇതിൽ 3 അതിമനോഹരമായ ഗാനങ്ങളുണ്ട്. 3ഉം ശ്രീ MG ശ്രീകുമാർ തന്നെയാണ് ആലപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ദ്രജാലം എന്ന ചിത്രത്തിലെ ഇന്ദ്രജാലം പോലെ ആ വാക്ക് എവിടെയൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ദ്രജാലത്തിലെ ആദ്യത്തെ ഗാനത്തെക്കുറിച്ച് പറയാം. കുഞ്ഞിക്കിളിയേ കൂടെവിടെ, കുഞ്ഞോമനനിൻ കൂടെവിടെ, കുഞ്ഞിക്കിളിയേ കൂടെവിടെ, എൻ്റെ കൂട്ടിൽ നീ പോരാമോ, എന്നോടത്ത് നീ പാടാമോ, പാടത്തെ പൂനുള്ളാൻ മരത്തെ ചൂടേൽക്കാൻ. നോക്കൂ, എന്നോടൊത്ത് നീ പാടാം, എൻ്റെ കൂട്ടിൽ നീ പോരാമോ, എന്നോടൊത്ത് നീ പാടാമോ. പല്ലവിയിൽ തന്നെ തൻ്റെ തൻ്റെ സ്വതസിദ്ധമായ ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പാട്ട് ആരംഭിക്കുന്നത്. ഇതിൻ്റെ അനുപല്ലവിയിലേക്ക് വരുമ്പോൾ, പാതി വിടർന്നോരി പൂക്കളുമായി പാതിരയാരെയോ കാത്തു നിൽക്കേ, ഈ തണലിൻ കൈകളെയ്തോ നീർക്കിളിയേ താരാട്ടുമ്പോ, പാടിയണഞ്ഞ കിനാവിനെ മാറോടു ചേർത്തു ഞാൻ. ഉണ്ടോ, പാടിയണഞ്ഞ കിനാവിനെ മാറോടു ചേർത്തു ഞാൻ. അനുപല്ലവിയിലും ഇതാ രണ്ടാമത്തെ പ്രാവശ്യവും ആ വാക്കിന്റെ പ്രയോഗം. ഇതിൽ MG ശ്രീകുമാർ ആലപിച്ച രണ്ടാമത്തെ ഗാനം. വിൽക്കാനുണ്ടോ സ്വപ്നങ്ങൾ, സ്വർഗം തേടും മോഹങ്ങൾ, നിൽപ്പൂ ചൊല്ലു പൂങ്കാറ്റേ. ഇതാണ് എൻ്റെ പല്ലവിയുടെ ആരംഭം. വിൽക്കാനുണ്ടോ സ്വപ്നങ്ങൾ, സ്വർഗം തേടും മോഹങ്ങൾ. ഇതിൻ്റെ അനുപല്ലവി ആരംഭിക്കുന്നത്, ദീപങ്ങളിന്നും കൺചിമ്മും തീരാ ദുഃഖങ്ങൾ. അങ്ങനെ പോയിട്ട് അതിൻ്റെ അവസാനം എൻഡിലാണ്, വെള്ളാരം കുന്നിൽ പാട്ടുമൂളും ചെല്ലക്കാറ്റേ. നോക്കൂ, വെള്ളാരം കുന്നിൽ പാട്ടുമൂളും ചെല്ലക്കാറ്റ്. അവിടെ ഉടൻ തന്നെ പ്രയോഗിച്ചു ഈ വാക്ക്. വെള്ളാരം കുന്നിൽ പാട്ടുമൂളും ചെല്ലക്കാറ്റ്. കേരളത്തിലേക്ക് വരുമ്പോൾ, തീയുള്ള പാട്ടിൻ പന്തങ്ങൾ തീരത്ത് കത്തുമ്പോൾ, ചേറിൽ പൂക്കും ചെന്താരിൻ മാറിൽ വിങ്ങും ദുഃഖങ്ങൾ, ഈറനക്കീടുന്നൊരിണങ്ങൾ ദൂരത്തു പാടുന്നു രാപ്പാടി. നോക്കൂ, ദൂരത്തു പാടുന്നു രാപ്പാടി. വീണ്ടും ചരണത്തിൽ ആ വാക്ക് ഉപയോഗിക്കുക. ഉടനെ ദൂരത്ത് പാടുന്നു രാപ്പാടി എന്ന് പറഞ്ഞു. പൊന്നാര്യൻ കൊയ്യും പാട്ടു പാടു കന്നിക്കാറ്റേ. പൊന്നാര്യൻ കൊയ്യുന്ന പാട്ടു പാടു കന്നിക്കാറ്റ്. പാട്ട് പാടി കന്നിക്കാറ്റ്, മുമ്പ് രാപ്പാടി. ഇവിടെ തന്നെ 3 പ്രാവശ്യം ചരണത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞു. അങ്ങനെ ഈ പാട്ടിൻ്റെ എല്ലാ ഭാഗത്തിലും അദ്ദേഹം ഈ വാക്ക് അതിസമർത്ഥമായി ഒരു ഇന്ദ്രജാലം പോലെ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി ഇതിലെ 3ാമത്തെ ഗാനം. പായുന്നയാകാശ്വമീ ഞാൻ, പായുന്നയാകാശ്വമീ ഞാൻ, കാലമൻ കാൽക്കൽ വീഴുന്നു, കോരിത്തരിക്കുന്നു ഭൂമി, താളത്തിൽ തകതക താളത്തിൽ താഴത്തെ തരിമണൽ പാടുന്നു. നോക്കൂ, പല്ലവി തന്നെ പറഞ്ഞുകൊണ്ട് താഴത്ത് തരിമണൽ പോലും പാടുന്നു എന്നാണ് പറയുന്നത്. തക തക താളത്തിൽ തരിമണൽ പാടുന്നു. അതേ പ്രാസം പോലെ എഴുതിയിരിക്കുകയാണ്. തരിമണലിനെ കൊണ്ട് പോലും ഇവിടെ കവി പാട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഗാനത്തിലും ഈ വാക്ക് വന്നിട്ടുണ്ട്. ഇന്ദ്രജാലം എന്ന് നമ്മളെന്ന് പറയുന്ന ഈ സിനിമയിലെ ശ്രീ MG ശ്രീകുമാർ ആലപിച്ച 3 ഗാനങ്ങളിലും, രണ്ടാമത്തെ ഗാനത്തിൽ നമ്മൾ പറഞ്ഞു 3-4 സ്ഥലത്ത് വന്നു, മറ്റെല്ലാ സ്ഥലത്തും 2 ഭാഗത്തും ഇതിലും അതുപോലെ തന്നെ ഒരു പ്രാവശ്യവും. അങ്ങനെ ഇന്ദ്രജാലം എന്നുള്ള സിനിമയിൽ ഇന്ദ്രജാലം പോലെ കടന്നു വന്ന ഈ വാക്ക്. ഇനി ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഈ വാക്കിൻ്റെ
ഭാഗം കൂടെ ആലോചിച്ച് വേണം ആസ്വദിക്കാൻ. പിന്നെ തൽക്കാലം വിട പറയുകയാണ്. അടുത്ത ചിത്രവുമായി നമുക്ക് ഉടനെ കാണാം.